അസ്സലാമു അലൈക്കും, റമദാൻ കരീം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ദിവസത്തെ മുത്തായമാണ് കാണിക്കുന്നത്. അപ്പോൾ കുറേ ദിവസം കൂടിയിട്ടാണ് നമ്മളിന്ന് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് ഉലുവ ഇട്ട് കൊടുത്തു, അതിലേക്ക് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളകും, എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് പിന്നെ വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചതച്ചിട്ടും ആഡ് ചെയ്യാം. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ച മീൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അമൂറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് പീസ് ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ട്, ബാക്കി കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറിയുടെ റെഡിയായി. കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാവർക്കും എനിക്കറിയില്ല, ചില സൈഡിലൊക്കെ ഇപ്പോൾ ഇവിടെ കോഴിക്കോട് സൈഡിലൊക്കെ ചോറ് നിർബന്ധമായിട്ട് വെക്കുന്ന വീടുകളുണ്ട്. അത്താഴത്തിനൊക്കെ അവരതാണ് കഴിക്കുക. അപ്പോൾ നമ്മൾ ഡെയിലി അങ്ങനെ ചോറ് വെക്കാറൊന്നുമില്ല കേട്ടോ. ഇവിടെ ആർക്കും അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നു നോമ്പിന് ഫസ്റ്റായിട്ടാണ് ഞങ്ങൾ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഇതിപ്പോൾ പച്ചക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുത്തു, ചുവന്നമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാള കട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, പിന്നെ ഇതാ കർമൂസാണ് വീട്ടിൽ തന്നെ ഉണ്ടായത്, പപ്പായ. എന്നിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പം ഒരു 2 വിസിലിന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് ഇതിലേക്കുള്ള തേങ്ങയാണ് അരച്ചെടുക്കുന്നത്. തേങ്ങയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുക നന്നായിട്ട്. പിന്നെ ഇതാ ഇവിടെ ചോറ് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പപ്പായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിൽ തന്നെ മതിയാവും. നല്ലപോലെ വെന്തിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2 വിസിൽ. എന്നിട്ട് അതിലേക്ക് ഇതാ തേങ്ങ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളച്ച് വന്നാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറും അവിടുന്ന് വേവുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഫിഷ് ഫ്രൈയും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ പപ്പടം കൂടി പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മുത്തായത്തിനകം. മുത്തായം എന്ന് പറയുന്നത് തറാവിക്ക് ശേഷമാണ് ഇവിടെ കഴിക്കാറ്. അത്തായത്തിന് നമ്മളുണ്ടെങ്കിൽ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ കഴിക്കും. നിർബന്ധമായിട്ടൊന്നും അങ്ങനെ കഴിക്കാറില്ല. അല്ലെങ്കിൽ ഈത്തപ്പഴം അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചോറും കറികളും. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ടാണ്. താങ്ക് യു.